കാർഷിക വാർത്തകൾ. രാജ്യാന്തര റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിലെ വിലക്കയറ്റം തുടരുകയാണ്. കേരളത്തിൽ കിലോയ്ക്ക് 2 രൂപ കൂടി ഉയർന്ന് കോട്ടയം വില 189 രൂപയിലെത്തി. കുരുമുളകും കാപ്പിയും വില വർദ്ധിച്ചു. സജീവമായി ഏലവിപണി. ന്യൂനമർദ്ദഫലമായി തെക്കൻ കേരളത്തിൽ അനുഭവപ്പെട്ട മഴ റബ്ബർ ടാപ്പിംഗിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കൊച്ചി, കോട്ടയം വിപണികളിൽ ഷീറ്റ്, ലാറ്റക്സ് ലഭ്യത ഗണ്യമായി ചുരുങ്ങിയത് ടയർ വ്യവസായികളെ നിരക്കുയർത്തി ചരക്ക് സംഭരിക്കാൻ പ്രേരിപ്പിച്ചു. 4ാം ഗ്രേഡ് റബ്ബറിന് 100 രൂപ ഉയർന്ന് 18,900 രൂപയായി. ലാറ്റക്സ് 11,700 രൂപയിലും വിപണനം നടന്നു. രാജ്യാന്തര റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിലെ വിലക്കയറ്റം തുടരുകയാണ്. ജപ്പാൻ, സിംഗപ്പൂർ വിപണികളിൽ റബ്ബർ വിലയിലുണ്ടായ മുന്നേറ്റത്തിൽ മുഖ്യ കയറ്റുമതി രാജ്യമായ തായ്ലാന്റ് 4ാം ഗ്രേഡിന് തുല്യമായ ഷീറ്റ് വില 20,351 രൂപയായി വർദ്ധിപ്പിച്ചു. വിയറ്റ്നാമിൽ കുരുമുളക് വില ഉയർന്ന വിവരം പുറത്തുവന്നതോടെ അന്തർ സംസ്ഥാന ഇടപാടുകാർ സംസ്ഥാനത്തെ മുഖ്യ വിപണികളിൽ നിന്നും ചരക്ക് സംഭരിക്കാൻ ഉത്സാഹിച്ചു. ആഭ്യന്തര വാങ്ങലുകാരിൽ നിന്നുള്ള വർദ്ധിച്ച ഡിമാൻഡിനിടയിലും ഉൽപ്പന്നം വിറ്റുമാറാൻ ഹൈറേഞ്ചിലെയും വയനാട്ടിലെയും സ്റ്റോക്കിസ്റ്റുകൾ തയ്യാറായില്ല. 4 ദിവസത്തിനിടയിൽ ക്വിന്റലിന് 400 രൂപ വർദ്ധിച്ച് അൺഗാർബിൾഡ് കുരുമുളക് 62,400 രൂപയായി. ടെർമിനൽ വിപണിയിൽ നാടൻ മുളക് വരവ് കുറഞ്ഞ അളവിലാണ്. ഉത്തരേന്ത്യൻ മസാല വ്യവസായികളിൽ നിന്നും ഹൈറേഞ്ച് മുളകിന് അന്വേഷണങ്ങളുണ്ട്. രാജ്യാന്തര കാപ്പി വില കുതിച്ചു കയറി. ലണ്ടനിൽ അറബിക്ക കാപ്പി 3 പൗണ്ടിന് മുകളിൽ ഇടപാടുകൾ നടന്നു. മുൻനിര കാപ്പി ഉൽപാദന രാജ്യമായ ബ്രസീലിൽ ഉൽപാദനം കുറയുമെന്ന വിലയിരുത്തലാണ് വിലക്കയറ്റത്തിന് അവസരമൊരുക്കിയത്. കേരളത്തിലെ കർഷകരുടെ കൈവശം കാര്യമായ ചരക്കില്ല. അടുത്ത മാസം പുതിയ ചരക്ക് വിൽപ്പനയ്ക്ക് സജ്ജമാകും. വയനാട്ടിൽ കാപ്പിക്കുരു കിലോ 408 രൂപയാണ്. ഉൽപാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിൽ കയറ്റുമതിക്കാർക്കൊപ്പം ആഭ്യന്തര വാങ്ങലുകാരും ഉൽപ്പന്നം ശേഖരിക്കാൻ ഉത്സാഹിച്ചു. ശരാശരി ഇനങ്ങൾ കിലോ 2,918 രൂപയായും മികച്ച ഇനങ്ങൾ 3,309 രൂപയായും ഉയർന്നു. മൊത്തം 58,513 കിലോഗ്രാം ഏലക്കയുടെ ലേലം നടന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയിൽ പൗൾട്രി വാക്സിൻ അവതരിപ്പിച്ച് ബോഹ്റിംഗർ ഇംഗൽഹൈം. ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ വൈറസ് മാരക രോഗത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് വാക്സിൻ എന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്. 18 മുതൽ 19 ദിവസം വരെ പ്രായമുള്ള ഭ്രൂണരൂപത്തിലുള്ള കോഴിമുട്ടകൾക്കും 1 ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്കും ഇൻവോ-ഓവോ വാക്സിനേഷൻ നൽകുന്നതിന് മാരെക്സ് രോഗത്തിൽ നിന്ന് സംരക്ഷണം നൽകുമെന്നാണ് കമ്പനി ചൂണ്ടിക്കാട്ടുന്നത്. രാജ്യത്തെ കോഴി വളർത്തൽ വ്യവസായം വർദ്ധിക്കുമ്പോൾ പുതിയ വാക്സിൻ രോഗബാധ കുറയ്ക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും കർഷകരെ സഹായിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി. മരുന്നുവിലയിലുണ്ടാകുന്ന വർധന കർഷകർക്ക് കനത്ത സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയ വാക്സിൻ കർഷകർക്ക് ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ. മൃഗാരോഗ്യ ബിസിനസ്സിലെ ലോകത്തിലെ 2ാമത്തെ വലിയ കമ്പനിയാണ് ബോഹ്റിംഗർ ഇംഗൽഹൈം. 2020 4.1 ബില്യൺ യൂറോയുടെ അറ്റ വിൽപ്പന കമ്പനി നേടിയിട്ടുണ്ട്. 150ലധികം രാജ്യങ്ങളിൽ സാന്നിധ്യവുമുണ്ട് കമ്പനിക്ക്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കർഷകർക്ക് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ ആശ്രയ കേന്ദ്രങ്ങളുമായി കൃഷിവകുപ്പ്, കൃഷിക്കൂട്ടം, കൃഷിശ്രീ, അഗ്രോ സർവീസ് സെന്റർ, കാർഷിക കർമ്മസേന തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുക. വകുപ്പ് തലത്തിൽ കർഷകർക്കുള്ള സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ വഴിയുള്ള സേവനങ്ങൾക്കൊപ്പം കൃഷിയിടത്തിൽ നേരിട്ടെത്തിയുള്ള സേവനങ്ങളും പദ്ധതി വഴി ലഭ്യമാക്കും. എല്ലാ കൃഷിഭവനുകൾക്ക് കീഴിലും ആശ്രയ കേന്ദ്രങ്ങൾ തുടങ്ങും. കർഷകർക്ക് കൃഷിവകുപ്പിൽ നിന്നുള്ള എല്ലാ ഓൺലൈൻ സേവനങ്ങളും ആശ്രയ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കും. അക്ഷയ സെന്ററുകളുടെ മാതൃകയിൽ പ്രവർത്തിക്കുന്ന ഇവ സേവനങ്ങൾക്ക് ചെറിയ തോതിലുള്ള ഫീസും ഈടാക്കും. ഓൺലൈൻ സേവനങ്ങൾക്ക് പുറമെ കൃഷിയിടത്തിൽ നേരിട്ടെത്തിയുള്ള സേവനങ്ങളും ആശ്രയ കേന്ദ്രങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. വിളകളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ, കൃഷിനാശം, വിളപരിപാലനം അടക്കമുള്ള വിവിധ സേവനങ്ങളും കൃഷിയിടത്തിൽ നേരിട്ടെത്തി ലഭ്യമാക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. നടപ്പ് ഖാരിഫ് സീസണിൽ റെക്കോർഡ് നെല്ല് സംഭരണം കാഴ്ചവെച്ച് ഉത്തർപ്രദേശ്. 7.28 ലക്ഷം മെട്രിക് ടൺ നെല്ലാണ് ഇതുവരെ സംഭരിച്ചത്. 2024-25 ഖാരിഫ് സീസണിൽ ഉത്തർപ്രദേശിന്റെ നെല്ല് സംഭരണം 7.28 ലക്ഷം മെട്രിക് ടൺ കവിഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 5.79 ലക്ഷം മെട്രിക് ടണ്ണാണ് സംഭരിച്ചത്. 1.49 ലക്ഷം മെട്രിക് ടണ്ണിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയത്. 4215 സംഭരണ കേന്ദ്രങ്ങൾ വഴി 1,05,000 കർഷകർക്ക് 1464 കോടി രൂപ പേയ്മെന്റായി സംസ്ഥാനം നൽകിയിട്ടുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ കർഷകർക്ക് പണം ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമം. സംസ്ഥാനത്തിന്റെ കാർഷിക നയങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കിയതിനാലാണ് നേട്ടത്തിലേക്ക് നയിച്ചതെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു.
നെല്ല് സംഭരണത്തിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തുടനീളമുള്ള സംഭരണ കേന്ദ്രങ്ങളിൽ സ്ഥിരമായി പരിശോധന നടത്താൻ യോഗി ആദിത്യനാഥ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AVPL ഇന്റർനാഷണൽ ബീഹാറിൽ ഡ്രോൺ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നു. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഉപയോഗപ്രദമായ ഡ്രോണുകൾ നിർമ്മിക്കാൻ പദ്ധതി. 15 കോടി രൂപ മുതൽ മുടക്കിൽ 16,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പുതിയ പ്ലാന്റിൽ പ്രതിവർഷം 24,000 ഡ്രോണുകൾ വരെ ഉൽപ്പാദിപ്പിക്കാനാവും. ഇത് കാർഷിക മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. പുതിയ പ്ലാന്റിൽ നിന്നുള്ള ഡ്രോണുകൾ കാർഷിക രീതികൾ മെച്ചപ്പെടുത്തുകയും വിള പരിപാലനം നിരീക്ഷിക്കുകയും ചെയ്യും. കൂടാതെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്ന കൃത്യമായ കൃഷിരീതികൾ അവതരിപ്പിക്കാൻ സഹായിക്കും. 200 ആഭ്യന്തര ജീവനക്കാർ ഉൾപ്പെടെ 10,000 യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണ് പുതിയ പ്ലാന്റ്. ബീഹാർ ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പിന്തുണയുള്ള ഈ സംരംഭം പ്രാദേശിക ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 190, RSS 5 186, ലാറ്റക്സ് 124, ജാതിക്ക 400, ജാതിപത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പൂ 930, അടയ്ക്ക 250, കാപ്പിക്കുരു 230, കൊക്കോ പരിപ്പ് 620, കുരുമുളക് ഗാർബിൾ 64,400, കുരുമുളക് അൺഗാർബിൾ 62,400, ഏലക്ക 2,800 മുതൽ 2,900 വരെ, വെളിച്ചെണ്ണ 21,200, കൊപ്ര 15,850, ചുക്ക് 32,500,